പ്രതിപക്ഷ ഉപനേതൃപദവിയിൽ CPM-ഉം CPI-യും വീണ്ടും കൊമ്പുകോർക്കുന്നു. ഉപനേതൃപദം CPM-ന് തന്നെയെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരസ്യ പ്രതികരണമാണ് CPI-യെ ചൊടിപ്പിച്ചത്. പദവിക്കും പക്വതയ്ക്കും നിരക്കാത്ത പ്രവൃത്തിയെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചത്. പൊള്ളയായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതികരണം നടത്തുന്ന ഒരു ശൈലിയല്ല പിണറായി വിജയൻ്റേത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴുമൊക്കെ കാച്ചിക്കുറുക്കി തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. അങ്ങനെ ഒരു ചോദ്യത്തിന് വളരെ വ്യക്തമായി പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPM-ൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് പിണറായി വിജയൻ ഉറപ്പിച്ച് പറയുമ്പോൾ അതൊരു ഒറ്റയാൻ പരാമർശം അല്ലെങ്കിൽ വാശിപ്പുറത്തുള്ള വൈകാരികമായ പരാമർശമെന്നൊന്നും കണക്കാക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് കൃത്യമായ ബോധ്യത്തോടെ തന്നെ നടത്തിയ പരാമർശമായി വ്യാഖ്യാനിക്കേണ്ടി വരും. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് പറയുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച കാര്യം ED കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ തുടർച്ച മുഹമ്മദ് റിയാസിലേക്ക് എത്തുമെന്ന രാഷ്ട്രീയ പ്രചാരണങ്ങളും അഭ്യൂഹങ്ങളും ഏറുന്നതിനിടയിൽ CPI കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണം ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ, ബിസിനസ്സിനെയും രാഷ്ട്രീയത്തെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്ന തരത്തിലായിരുന്നു. അതായത് വീണയുടെ അന്വേഷണം വീണ തന്നെ നേരിടട്ടെ, അതിൽ പാർട്ടിയോ മുന്നണിയോ ഒരു തരത്തിലുള്ള പ്രതിരോധവും തീർക്കേണ്ടതില്ല എന്നൊരു നിലപാട് CPI സ്വീകരിച്ചു. അതിൽ CPM പാർട്ടിയും പിണറായി വിജയൻ വ്യക്തിപരമായും കടുത്ത അമർഷത്തിലായിരുന്നു. ആ അമർഷം മറനീക്കുകയാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം. അത് CPM-ന് തന്നെ അവകാശപ്പെട്ടതാണ് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ. പക്ഷേ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. അദ്ദേഹം അങ്ങനെ പറയുമെന്ന് വിശ്വസിക്കാനേ ആവുന്നില്ല. അദ്ദേഹത്തിൻ്റെ പദവിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിനും നിരക്കാത്ത വിരുദ്ധമായ പ്രതികരണമാണ് നടത്തിയതെന്നായിരുന്നു ബിനോയ് വിശ്വം ഇതിനോട് പ്രതികരിച്ചത്. എന്തായാലും CPM-ഉം CPI-യും തമ്മിൽ നേരത്തെ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ PM ശ്രീ വിഷയത്തിലടക്കം എങ്ങനെയാണ് അത് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പ്രതിഫലിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അത് അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.